ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ കാണുന്ന ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആവാൻ വേണ്ടി രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇതിന്റെ വെയിറ്റേജ് 9 മാർക്കാണ് ബോർഡ് എക്സാമിന് ഈ ചാപ്റ്റർ ചോദിക്കുക. 1, 2 9 മാർക്ക്. ഒരു 6 മാർക്കിന്റെ ചോദ്യവും ഒരു 3 മാർക്കിന്റെയും മൊത്തമായിട്ട് അങ്ങനെ 9 മാർക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം, പ്ലസ് ടുവിനകത്തൊക്കെ പഠിക്കുമ്പോൾ 5ാമത്തെ പാഠമുണ്ട്, പേര് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ആ കാണുന്ന ചാപ്റ്ററിന്റെ ബേസ് കംപ്ലീറ്റ് ലൈ ചെയ്യുന്നത് പ്ലസ് വണ്ണിലെ ഈ ചാപ്റ്ററിലാണ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ നമുക്ക് പ്ലസ് ടുവിൽ ആവശ്യമുള്ള ഒരു പാഠം കൂടിയാണ്, ഒരുപാട് ആവശ്യമുള്ള ഒരു പാഠം. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന മക്കൾ എല്ലാവരും ഈ ചാപ്റ്റർ ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് അപ്പിയർ ചെയ്യണം. വളരെ ഈസി നമുക്കെന്താണ് ഈ ചാപ്റ്റർ മാറ്റാൻ വേണ്ടി സാധിക്കും. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, വേറെ ഒന്നുമല്ല, ഫോർമുലാസ്. ഈ ചാപ്റ്ററിലെ മുഴുവൻ ഫോർമുലാസും എല്ലാവരും എത്ര വേഗം തന്നെ ഏറ്റവും ഗംഭീരമായി പഠിക്കുക. എല്ലാ ഫോർമുലാസുമായിട്ടുള്ള വീഡിയോ ആണിത് ഈ കാണുന്നു പറയുന്നത്. എല്ലാ ഫോർമുലാസും ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാ ഫോർമുലാസും ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എത്തിക്കുന്നു. ആൻഡ് ദെൻ ഫസ്റ്റ് തിങ്, ഒരു ഫോർമുല, ഈ കാണുന്ന ഫോർമുലയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഓക്കെ, നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ അത് n a റൈസ് ടു n മൈനസ് 1. ഇവിടെ എന്തൊക്കെ നോക്കേണ്ടതെന്ന് അറിയോ ആശാൻ? ഈ കാണുന്ന എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ആണല്ലോ, അതിന്റെ പവർ ഒഴിവാക്കാം. പവർ എന്ത് കിട്ടി? എക്സ് മൈനസ് എ, അവൻ വേണം താഴ്ത്ത് നിർബന്ധമായിട്ട്. സോ എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഉണ്ട്, ഇതിന്റെ പവർ ഒഴിവാക്കുമ്പോൾ ബാക്കിയുള്ളവൻ എക്സ് മൈനസ് എ, അതാണ് താഴെ ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നോക്കേണ്ടത് എ ആണ്. ഈ കാണുന്ന എ, ഇവൻ കണ്ടോ, അത് തന്നെയാണ് നിങ്ങൾക്ക് താഴെ വേണ്ടത്. അവിടെ മാത്രമല്ല, അവൻ തന്നെയാണ് ഇവിടെയും വേണ്ടത്. അതായത് 3 സ്ഥലത്തും ഒരേ സെയിം വാല്യൂസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ ഇവന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് n, പവർ എഴുതുക, പവർ n ഇൻറ്റു എ. എന്താണ് ഈ കാണുന്ന ഭാഗം? ഇവിടെ നോക്കുക, ഇതാണ് എന്റെ എ റേസ് ടു n മൈനസ് 1, പവറിൽ നിന്ന് 1 കുറയ്ക്കുക, n മൈനസ് 1. ഇതാണ് ഫോർമുല. ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് എളുപ്പത്തിൽ തന്നെ പഠിക്കാം. നോക്കൂ എല്ലാവരും. സോ എക്സ് റേസ് 4 ഉണ്ട്. ആദ്യമായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, താഴെ എക്സ് മൈനസ് 2 ഉണ്ട്. എല്ലാവരും നോക്കൂട്ടോ. ഇവിടെ എക്സ് റേസ് 4 കിട്ടി. എക്സ് റേസ് 4 എന്നാണ് നമുക്കിത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എക്സ് റേസ് 4 നിങ്ങൾ പറയൂ, നിങ്ങൾക്കിത് ഇവിടെ എക്സ് റേസ് 4 കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറെ എന്താണ് ആവശ്യം? ഈ 16 നമുക്ക് എങ്ങനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നു എല്ലാവരും ആലോചിക്കാം. മക്കളെ, ഇവിടെ 2 അല്ലേ, ഇവിടെ 2 അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന 16നെ ഇവിടെയുള്ള 2വിന്റെ പവർ ആക്കി നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. പറ്റും. 2 റേസ് ടു 4, അതാണ് 16. ഞാൻ നേരെ എഴുതി അശാൻ, ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് 2 റേസ് ടു 4. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ കാണുന്ന ഫോർമാറ്റിക്ക് മാറി. ഇതിനകത്തുള്ള n എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് പവർ ആണ്, അത് 4 ആണ്. എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ, ഇതാണ് എ, അത് 2 ആണ്. കഴിഞ്ഞു. എന്താ ഫോർമുല? n a റേസ് ടു n മൈനസ് 1. റൈറ്റ് ഹാൻഡ് സൈഡിൽ n പകരം 4 കൊടുക്കുക, എക്ക് പകരം 2 കൊടുക്കുക. അതുകൊണ്ട് 4 ഇൻറ്റു എക്ക് പകരം 2 റേസ് ടു n മൈനസ് 1, 4 മൈനസ് 1, അഥവാ 4 ഇൻറ്റു 2 ക്യൂബ്. ദി ആൻസർ ഇസ് 2 ക്യൂബ് 8 ആണ്. 8 ഇൻറ്റു 4, ഇറ്റ് ഇസ് സെയിം ആസ് 32. കഴിഞ്ഞു. ഇതാണ് മക്കൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അതിഗംഭീരമായിട്ട് തന്നെ ആദ്യ ഫോർമുല മനസ്സിലായി കഴിഞ്ഞു. നേരെ പോകുന്നു സെക്കൻഡ് ഫോർമുല. 3 പേരുണ്ട്, നിരന്തരമായിട്ട് പഠിക്കുന്നുണ്ട്, നിരന്തരമായിട്ട്. ലിമിറ്റ് എക്സ് ടെൻ ടു 0, ഒറ്റ പോയിന്റ് മാത്രം ഓർക്കണം. എല്ലാത്തിലും എക്സ് ടെൻ ടു 0, എക്സ് ടെൻ ടു 0, എക്സ് ടെൻ ടു 0. കണ്ടോ? ലിമിറ്റ് എക്സ് ടെൻ ടു 0, സൈൻ എക്സ് ബൈ എക്സ്, അത് 1 ആണ്. മക്കളെ, ഇവിടെ എക്സ് ആണല്ലോ, ഇവിടെ എന്താണോ അവൻ തന്നെ താഴെ വേണം, അവൻ തന്നെ താഴെ. ദേ ഇങ്ങനെ നോക്കടാ, ലിമിറ്റ് എക്സ് ടെൻ ടു 0, സൈൻ 4x ബൈ എക്സ്. നിങ്ങൾ പറയൂ, ഇവിടെ 4x അല്ലേ? ഇവിടെ 4x ആണെങ്കിൽ താഴെ എന്ത് വേണം? ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ആംഗിൾ എന്താണോ അവൻ തന്നെയാണ് താഴെ വേണ്ടത്. എനിക്ക് അവിടെ 4x വേണം. ഇതാ 4x. എന്തിന്റെ കുറവുണ്ട്? ഒരു 4ന്റെ കുറവ്. ഞാൻ 4 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു, മേലെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ കിടക്കുന്നവൻ സൈൻ 4x ബൈ 4x, അത് 1 ആയിട്ട് മാറി. 1 ഇൻറ്റു 4, ദി ആൻസർ ഇസ് 4. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കണം മക്കളെ. ഇതിൽ ഇവനാണ് എക്സ് ആണല്ലോ, ഇവനാണ് എക്സ്, അവൻ തന്നെയാണ് ഇവിടെയും വേണ്ടത്. കണ്ടോ? ഇവിടെയും വേണ്ടത് സെയിം ആൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മക്കളും നോക്കണം, ഇവിടെ ഉള്ളവന്മാര് തന്നെ ഇതിലും വേണം. ചോദിക്കേണ്ട അടുത്ത്, അശാൻ ഇവിടെ 4x അല്ലേ, ഇവിടെ 4x അല്ലേ, അപ്പൊ എനിക്ക് ഇവിടെയും 4x വേണ്ടെന്ന് എന്നോട് ചോദിക്കും. സത്യമായിട്ടും അവിടെ 4x വേണം. അന്റെ എങ്ങനെ താനോട് 1 എന്ന് എഴുതിയേ? സംശയപ്പോ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം എക്സിന്റെ വില 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ 4xന്റെ വില എന്തായിരിക്കും, അല്ലെങ്കിൽ 5x എന്തായിരിക്കും, അല്ലെങ്കിൽ 7x എന്തായിരിക്കും? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ?
നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എക്സിന് പകരം പോയിട്ട് നേരെ 0 കൊടുക്കാം. എക്സിനൊരു 0. അപ്പൊ 4 into 0 എത്രയാടാ? അത് 0. 5 into 0 എത്രയാണ്? അത് 0. 7 into 0 0. അതായത് എക്സിന്റെ വാല്യൂ 0 അടുക്കുകയാണെങ്കിൽ 4x എന്താ? 4xന്റെ വാല്യൂ 0 അടുക്കും. അപ്പോൾ x → 0 എന്ന് പറഞ്ഞ് എഴുതുന്ന പോലെ തന്നെ അവൻ തന്നെയാണ് നമ്മൾക്ക് എന്ത്? 4x → 0. ഇപ്പൊ ശരിയായ ഇവിടെ 4x കിട്ടി. അവൻ തന്നെയാണെങ്കിൽ ഇവിടെ വരുന്നത്, അവൻ തന്നെയാണെങ്കിൽ ഇവിടെയും വരുന്നത് കിട്ടി. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഒറ്റ ചോദ്യം കാണിച്ചു തരാം. ലിമിറ്റ് x → π/2. limit x tends to π/2 cos x divided by π/2 minus x. പണ്ടത്തെ ഒരു ബോർഡ് ചോദ്യമാണ്. നിങ്ങൾ ആലോചിക്കുക, കോസിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്നവൻ ആരാണ്? അത് എപ്പോഴും സൈൻ ആണ്. അതുകൊണ്ട് ഈ കാണുന്ന കോസിന് എന്താക്കി? ഞാൻ നേരെ സൈനിലേക്ക് മാറ്റി. അശാൻ നോക്കൂട്ടോ, ഇറ്റ് ഈസ് സെയിം ആസ് ലിമിറ്റ് x tends to π/2 cos x it is same as sin π/2 minus x ഡിവൈഡ് ബൈ താഴെ എന്തുണ്ട്? π/2 മൈനസ് എക്സ്. ഇവന്റെ ഫോർമാറ്റ് എന്താ? ആര് പറയും? ഇനി സംശയമുള്ള കേട്ടാ, സൈൻ π/2 മൈനസ് എക്സ് അതാരാന്നറിയോ? അത് കോസ് എക്സ് ആണ് കേട്ടോ. അത് കോസ് എക്സ് ആണ്. അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സൈൻ π/2 മൈനസ് എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് കോസ് എക്സ്. നിർബന്ധമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാണുന്ന π/2 മൈനസ് എക്സ് കണ്ടോ, ഇവൻ തന്നെയാണ് നമുക്ക് താഴെയും. അതായത് ഇവന്റെ ഫോർമാറ്റ് എന്താ? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് ഫോർമാറ്റ്. സൈൻ എക്സ് ബൈ എക്സ്. സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ എന്താ വാല്യൂ? വാല്യൂ നമുക്കറിയാം, കണ്ണടച്ച് എഴുതാൻ പറ്റും. ഇറ്റ് ഇസ് സെയിം ആസ് 1. അത് 1 ആണെന്ന് എഴുതി. അപ്പോഴാണ് സംശയമായ മക്കളെ, ഇവിടെ x → 0 അല്ലേ? അതാണ് എല്ലാവരും ചോദിക്കുക. ഇവിടെ x → 0 വേണ്ടേ? എന്നാൽ മാത്രമല്ലേ സൈൻ എക്സ് ബൈ എക്സ് 1 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ എന്താണോ വരുന്നത് അവനാണ് 0 ആവേണ്ടത്. ഇവിടെ π/2 മൈനസ് എക്സ് ആണെങ്കിൽ ഒരിക്കലും എക്സ് അല്ല 0 ആവേണ്ടത്. ഇവിടുത്തെ ആംഗിൾ π/2 മൈനസ് എക്സ് ആയതുകൊണ്ട് π/2 മൈനസ് എക്സ് ആണ് 0 ആവേണ്ടത്. നിങ്ങൾ നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എക്സിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പറയും മക്കളെ, എന്താണ് π/2 മൈനസ് എക്സ്? എന്താ ചെയ്യണ്ടേ? എല്ലാ മക്കളും ഈ കിടക്കുന്നത് x → 0 അല്ലേ? സോറി, x → π/2 ആണ്. സോറി കേട്ടോ, സോറി, x → π/2 ആണ്. എവിടെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ x → π/2 ആണ് കേട്ടോ. സോറി ഫോർ ദാറ്റ്. അപ്പോൾ എക്സിന്റെ വാല്യൂ π/2 ആകുമ്പോൾ π/2 മൈനസ് എക്സിന്റെ വാല്യൂ എങ്ങോട്ട് പോവും? അതിനുവേണ്ടി എല്ലാവരും ഈ കാണുന്ന എക്സിന് പകരം ഓടിപ്പോയി എന്ത് ചെയ്യാം മക്കളെ? π/2 കൊടുക്കാം. എക്സിന് പകരം π/2. അപ്പൊ എന്ത് കിട്ടി? π/2 മൈനസ് π/2 എത്രയാണ്? അത് 0 ആണ്. അതായത് മക്കളെ എന്ത് മനസ്സിലായി? π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞവൻ ഇങ്ങോട്ട് പോയി 0ലേക്ക് പോയി. സോ എക്സിന്റെ വില π/2 ആണെങ്കിൽ π/2 മൈനസ് എക്സിന്റെ വില എന്താണ്? അത് 0 ആണ്. ഇതാണ് ലോജിക്. അപ്പോൾ ഇവിടെ π/2 മൈനസ് എക്സ് ആണ്, ഇവിടെ π/2 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എക്സിന് പകരം എന്ത് വേണം? അവിടെ നമുക്ക് π/2 മൈനസ് എക്സ് ആണ് ആവശ്യം. ഞാൻ നേരെ എഴുതി, ഇത് മാച്ചു. π/2 മൈനസ് എക്സ് നമുക്കറിയാം π/2 മൈനസ് എക്സ് → 0. സോ ഇവനും സെയിം ആയി കഴിഞ്ഞു. സോ ഇത് എക്സ് ആണെങ്കിൽ ഇവനും എക്സ് തന്നെ, ഇവനും എക്സ് തന്നെ. പഠിച്ച പോലെ തന്നെ സൈൻ എക്സ് ബൈ എക്സ് ആസ് എക്സ് → 0 ഇതിന്റെ വാല്യൂ 1 ആണ്. ഇങ്ങനെയാണ് ഇവൻ 1 ആയിട്ട് മാറുന്നത്. ഇത്രമേൽ ഡെപ്തിലാണ് ഈ കാണുന്ന ചോദ്യമുള്ളത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുക. ഈ കാണുന്ന ഐഡിയ മനസ്സിലാക്കിക്കൊണ്ട് നേരെ പോകും അടുത്തേക്ക്. 1 മൈനസ് cos x by x as x → 0 it is same as 0. സോ 1 മൈനസ് cos x by x ന്റെ വാല്യൂ അത് 0 ആണ്. ആൻഡ് tan x by x ന്റെ വാല്യൂ എന്താണ്? അത് 1 ആണ്. എല്ലാ കേസിലും മനസ്സിലാക്കണം x → 0 ആണ്. ഓക്കെ, ഇത് ഒറ്റ ക്വസ്റ്റ്യൻ നോക്കൂ. ലാസ്റ്റ് വൺ. ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു ചെറിയ ഷോക്ക് കിട്ടും. അതുപോലെ തന്നെ നേരെ ക്വസ്റ്റ്യൻ. സൈൻ ax ഡിവൈഡഡ് ബൈ സൈൻ bx ആസ് ലിമിറ്റ് x → 0. ഇതിനെ ശരിക്കും പറയുമ്പോൾ കുറേ ചെയ്യാനുണ്ട്. പക്ഷെ ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റുകൾ തമ്മിൽ, അഥവാ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് a ആണ്, ഇവിടെ എന്താടാ? ഇവിടെ b ആണ്. മേലെ a ബൈ താഴെ b, a/b കഴിഞ്ഞു. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് മേലത്തെ ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് താഴത്തെ. ഇവിടെ എന്താ കിട്ടാ? സൈൻ 4x ബൈ സൈൻ 2x. നേരെ നോക്കുമ്പോൾ മേലെ എന്തുണ്ടാ? മേലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 4 എഴുതി 4 ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാ? 2x-ല് 2 ഉണ്ട്, 4/2. ഇറ്റ് സെയിം ആസ് 2. ആൻസർ സെയിം ആസ് 2 കഴിഞ്ഞു. ഇത്രമേ എളുപ്പത്തിലാണ് ഈ കാണുന്ന ഓരോ ഫോർമുലാസും വരുന്നത്. നമ്മൾ നേരെ പോകുന്നു അടുത്തേക്ക്. e⁻x - 1 ഹോൾ ഡിവൈഡഡ് ബൈ x ആസ് ലിമിറ്റ് x → 0 ഈക്വൽസ് 1. ഓക്കെ, ലിമിറ്റ് x → 0 e⁻x - 1
ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. ഇതിന്റെ വാല്യൂ 1 ആണ്. മക്കൾ നോക്കേണ്ട ഇത്ര മാത്രമാണ്. ഇതിന്റെ പവർ ഇവിടെ എക്സ് അല്ല. എനിക്ക് അവൻ തന്നെയാണ് താഴെ വേണ്ടത് കേട്ടോ. ഇവിടെ 2x ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ 2x വേണം, എന്നാൽ മാത്രമേ 1 ആവുള്ളൂ. ഇവിടെ 4x ആണെങ്കിൽ എനിക്ക് ഇവിടെ 4x ആണ്, എന്നാൽ മാത്രമേ 1 ആൻസർ ആവുകയുള്ളൂ. ഇതാണ് മക്കളെ എക്സാം ചോദ്യം. e⁻3x - 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. നിങ്ങൾ ആലോചിക്കാം, ഇവിടെ നമുക്ക് എന്താണ് ഇയുടെ പവർ 3x. ഇയുടെ പവർ 3x ആണെങ്കിൽ നിങ്ങൾ പറയൂ എനിക്ക് താഴെ എന്ത് വേണം? കോമൺ സെൻസ് ആണ്. മേലെ 3x ആയതുകൊണ്ട് താഴെയും 3x. അപ്പൊ എന്തിന്റെ കുറവുണ്ട്? ഒരു 3യുടെ കുറവുണ്ട്. ഞാൻ 3 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു, കൂടെ തന്നെ ഇതാ മേലെ മൾട്ടിപ്ലൈ ചെയ്തു. സോ e⁻3x - 1 ഹോൾ ഡിവൈഡഡ് ബൈ 3x. ഇതിന്റെ വാല്യൂ എന്താ? ഇതിന്റെ വാല്യൂ 1 into 3. The answer is 3. അടുത്തേക്ക് പോകുന്നു. log 1 + x ഹോൾ ഡിവൈഡഡ് ബൈ x. ഇതിന്റെ വാല്യൂ 1 ആണ്. x 10 to 0. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ 0 ടെൻഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് x → 0. അതാണ് അതിന്റെ മീനിങ്. log 1 + x ഹോൾ ഡിവൈഡഡ് ബൈ x ഇറ്റ്സ് സെയിം ആസ് 1. ഇവിടെ നോക്കണം ഒരു കാര്യം, ഒറ്റ കാര്യം കേട്ടോ. = 1. ഇതിൽ എന്താണോ എക്സിന്റെ കോഎഫിഷ്യന്റ്, ഇവിടെ 1x ആണ്, അതുകൊണ്ട് താഴെ 1x. ഇവിടെ 4x ആയിരുന്നെങ്കിൽ എനിക്ക് ഇതിലും 4x വേണം കേട്ടോ. ഇവിടെ 7x ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ 7x വേണം, എന്നാൽ മാത്രമേ വാല്യൂ 1 ആവുകയുള്ളൂ. നേരെ നോക്കൂ, ഇതാണ് ചോദ്യം. ഇവിടെ log 1 + 2x ഡിവൈഡഡ് ബൈ x ഉണ്ട്. ഇവിടെ 2x അല്ലേ? ഇവിടെ 2x ആണെങ്കിൽ ആശാൻ പറയൂ താഴേക്ക് എന്ത് വേണം? എനിക്ക് താഴെയും 2x വേണം. അപ്പൊ എന്തിന്റെ കുറവുണ്ട്? ഒരു 2ന്റെ കുറവുണ്ട്. ഞാൻ എന്റെ നേരത്തെ തന്നെ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കൂടെ തന്നെ മേലെ മൾട്ടിപ്ലൈ ചെയ്തു. സോ log 1 + 2x ഹോൾ ഡിവൈഡഡ് ബൈ 2x എന്താണ് ഇതിന്റെ വാല്യൂ? ഇതിന്റെ വാല്യൂ 1 ആണ്. സോ 1 into 2. The answer is 2. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ 2 ആണ്. ഇത്രമേൽ എളുപ്പമാണ് ഈ കാണുന്ന ലിമിറ്റ്സിനകത്തുള്ള ഓരോ ഫോർമുലാസും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു മക്കളെ ഡെറിവേറ്റീവിന്റെ ഒറ്റ ഫോർമുല. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൾ ഫോർമുല. ഇത് പഠിക്കാതെ നാളെ ഒരാൾ പോലും എക്സാം ഹാളിൽ പോകരുത്. ലിമിറ്റ് f' of x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h → 0 f of x + h minus f of x ഹോൾ ഡിവൈഡഡ് ബൈ h. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ തരും f of x. ഫോർ എക്സാമ്പിൾ ഇറ്റ് മൈറ്റ് ബി സം x². അങ്ങനെയാണെങ്കിൽ എന്താണ് f of x + h? മക്കളെ ഈ കിടക്കുന്ന എക്സിന് പകരം എന്ത് ചെയ്യാ? x + h കൊടുക്കുക. അപ്പൊ ദേ റൈറ്റിലും അങ്ങനെ തന്നെ ഈ കാണുന്ന എക്സിന് പകരം എന്ത് ചെയ്യുക? എല്ലാവരും x + h കൊടുക്കുക. സോ ഇറ്റ് സെയിം ആസ് x + h ദി ഹോൾ സ്ക്വയർ. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൾ എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം h എന്താണ്? h → 0 ആണ്. h ഒരു വളരെ 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 ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ 0.000000000000001 പോലത്തെ അത്രമേൽ ചെറിയൊരു വാല്യൂ ആണ് h എന്ന് പറഞ്ഞാൽ. ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല. നിർബന്ധമായിട്ട് പഠിക്കണം, എക്സാമിന് എന്തായാലും ചോദിക്കും. സെറ്റ് ഓഫ് ഫോർമുലാസ് ഇവനറിയാതെ നമ്മൾക്ക് 6 മാർക്കിന്റെ ചോദ്യത്തില് ഒരെണ്ണം ചെയ്യാൻ പറ്റി സാധിക്കില്ല. ഇതാണ് നിങ്ങൾ 6 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഫോർമുല. ഞാൻ പറയുന്ന പോലെ ഫോർമുലാസ് പഠിക്കാം. ഞാൻ ആദ്യം ഇവനെ പഠിപ്പിക്കാം. സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും കൊസിക്കിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും എല്ലാം തന്നെ ഡെറിവേറ്റീവ്, അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ദി ഫസ്റ്റ് തിങ്. ക്ലാസ് ശ്രദ്ധിക്കും. ഇതിനു വേണ്ടി ഓർത്തിരിക്കാം, എപ്പോഴും സൈൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പുറത്ത് വേറെ പേര് കേൾക്കും. സൈൻ എന്ന് പറയുമ്പോൾ ആരെ കേൾക്കാം? സൈൻ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ആരും ഓർമ്മ വരാ? മുംതാസ് ഓർമ്മ പോലെ തന്നെ. ലൈല എന്ന് പറഞ്ഞാൽ ആരാ? മജ്നു പോലെ തന്നെ. സൈൻ എന്ന് പറഞ്ഞാലോ ഉറപ്പായിട്ട് ഓർമ്മ വരും, കോസിനെ ഓർമ്മ വരുള്ളൂ, വേറെ ഒരാൾ പോലും ഓർമ്മ വരില്ല. അപ്പൊ അതുകൊണ്ട് സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കോസിന് ഓർമ്മ വരാം. അതായത് സൈൻ ലവ്സ് കോസ് എ ലോട്ട്. ഒരുപാട് ഇഷ്ടമാണ്, അവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലുമാണ്. ആര്? സൈനും കോസ്. അതായത് മക്കളെ സൈനിന്റെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട, അത് കോസാണ്. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്തായിരിക്കും? അതായത് സൈനെ തുറന്നാൽ എന്താ കാണാം? കോസാ കാണാം അല്ലെ? കോസിനെ തുറന്നാലോ സൈൻ. അത്ര പ്രണയമാണ് കേട്ടോ കോസിക്സ്. അപ്പൊ കോസിനെ തുറന്ന് എന്ത് കണ്ടു? സൈനെ കണ്ടു. പക്ഷെ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ, കോസിന് കേൾക്കുമ്പോൾ കോന്ന് കണ്ടു. വെറും കോന്ന് കേൾക്കുമ്പോൾ എന്താ മക്കളെ? നല്ല കോയിന്റെ മണം. അതായത് സത്യമാണ്, ആത്മാർത്ഥമായ പ്രണയക്കാണ്. എന്നാലും കോസ് പണ്ടത്തെ കോഴിത്തരം ഇപ്പോഴും വിട്ടു കളഞ്ഞിട്ടില്ല.
ചെറുതായിട്ട് കോഴി തരണ്ട്. ആത്മാർത്ഥമായ പ്രണയമാണെങ്കിലും ഒരു ചെറിയ കോഴി വേണം. അപ്പൊ എന്തായി, ഈ കാണുന്ന കോ കണ്ടാൽ നിർബന്ധമായിട്ടും എന്തോർമ്മ വേണം? നെഗറ്റീവ്. കാരണം കോഴീസ് എല്ലാം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് കോ കണ്ടാൽ മറക്കരുത്, നെഗറ്റീവ് വേണം. ഇതാ -2. സോ സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സും കോസിന്റെ എന്താണ് മൈനസ് സൈൻ എക്സും. പരിപാടി കഴിഞ്ഞു. ഇനി ഓർത്തിരിക്കേണ്ടത് ചെറിയ ടേബിൾ. അപ്പൊ നാളെ എക്സാം ഹാളിൽ കയറുമ്പോൾ ഈ ടേബിൾ അപ്പോൾ തന്നെ എഴുതി വെക്കാം കേട്ടോ. സീക്ക് ടാൻ ഇത് എഴുതി വെക്കാം. എന്നിട്ടേ വേറെ എന്തും പരിപാടിയുള്ളൂ. ഇവിടെ നമുക്ക് രണ്ടുപേരുണ്ട്. ഒന്ന് സീക്ക് ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്. 2 നിങ്ങൾക്ക് ടാൻ ഉണ്ട്. അതായത് സീക്ക് ടാൻ ടേബിൾ എഴുതി. ഇതിനകത്ത് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്? ഒന്ന് സീക്ക് ഉണ്ട്, എഴുതി വെച്ചു. ഒന്ന് ടാൻ ഉണ്ട്, അത് എഴുതി വെച്ചു, കഴിഞ്ഞു. ഇനി ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എന്ന് പറഞ്ഞാൽ എത്ര സീക്ക് ഉണ്ട്? ഒരു സീക്ക്. ഞാൻ അവൻ ഒഴിവാക്കി. ബാക്കി ആരൊക്കെ ഉണ്ട്? ബാക്കി നോക്കുമ്പോൾ സീക്ക് ടാൻ ഉണ്ട്, എഴുതിടാ സീക്ക് എക്സ് ടാൻ എക്സ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് ടാൻ വേണം. അപ്പൊ ടാൻ ഡെറിവേറ്റീവ് ആണ്. ഇതാ ടാൻ എഴുതി, അവൻ ഒഴിവാക്കി. ബാക്കി എന്തുണ്ട്? സീക്ക് ഇൻറ്റു സീക്ക് അഥവാ സീക്ക് സ്ക്വയർ എക്സ്. ഇതാണ് 2 ഡെറിവേറ്റീവ്സ്. കണ്ടോ എല്ലാവരും നോക്കിയേ. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് സീക്ക് സ്ക്വയർ എക്സ്. സൈനും കോസും നമ്മൾ ഓൾറെഡി പഠിച്ചു. നേരെ പോകുന്നു ബാക്കിയിലേക്ക്. നെക്സ്റ്റ് ടേബിൾ ഇതുപോലെ തന്നെ സീക്ക് ടാൻ ഒരു ടേബിൾ ആണെങ്കിൽ അടുത്ത ആരായിരിക്കും? കൊസീക്ക് കോട്ട്. ഇതാണ് നെക്സ്റ്റ് ടേബിൾ. ഓർത്തിരിക്കാം. ആർക്കുണ്ട് ഇവിടെ? 2 പേര്. ഒന്ന് ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് ഉണ്ട്, മറ്റൊന്ന് ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഉണ്ട്. എഴുതി വെച്ചു. അപ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കൂ. കൊസീക്ക്, ഒരു കൊസീക്ക് ഉണ്ട്, ഇതാ എഴുതി, അവൻ ഒഴിവാക്കി. ബാക്കി ആരാ? കൊസീക്ക് ഇൻറ്റു കോട്ട്. കഴിഞ്ഞോടാ. കൊസീക്ക് എക്സ് കോട്ട് എക്സ്. കോട്ടിന് എന്താ നോക്കിയേ? കോട്ട് ഒഴിവാക്കി. കൊസീക്ക് ഇൻറ്റു കൊസീക്ക്, കൊസീക്ക് സ്ക്വയർ എക്സ്. എന്തോ ദേ ഇവിടെ കോന്ന് കണ്ടു. കോ നമ്മൾക്കറിയാം. കോന്ന് കണ്ടാൽ നിർബന്ധമായിട്ടും എന്ത് വേണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോന്ന് കണ്ടാൽ നിർബന്ധമായിട്ടും കോയിൻ ഓർമ്മ വന്നു. നെഗറ്റീവ് വേണം, ഒരിക്കലും മറക്കരുത്. ഇതാ നെഗറ്റീവ്. നേരത്തെ കോയിൻ വെച്ചേട്ടതാ. ഇതെന്താ? കോഴി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നെഗറ്റീവ് മറക്കരുത്. ഇതാണ് 2 ഫോർമുല. സോ കൊസിക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസിക് എക്സ് കോട്ടെക്സ് ആൻഡ് കോട്ടെക്സിന്റെ മൈനസ് കൊസിക് സ്ക്വയർ എക്സ്. കഴിഞ്ഞു. ഇതാണ് ട്രിഗണോമെട്രിയിൽ നിങ്ങൾക്ക് +1 +2 പഠിക്കാനുള്ള എല്ലാ ഫോർമുലാസും അവസാനിച്ചുള്ള ഇതാണ് നിങ്ങളുടെ 6 ഫോർമുലാസ്. ഇവനെ +2 ആവശ്യമുണ്ട് ഓർത്തു വയ്ക്കാം. നേരെ ഇതിലേക്ക്. ഒന്നാമത്തെ ആള് അവനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ജീവവായുവും ജീവശ്വാസവും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n. ഈ കാണുന്ന പവർ ഉണ്ടല്ലോ, നേരെ താഴെ ഇറക്കാം. n ഇൻറ്റു എക്സ്. പവറിൽ നിന്ന് 1 കുറയ്ക്കുക n-1. അഥവാ എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ നേരെ പവർ 4 ആണല്ലോ, അവന് താഴെ എഴുതി 4 ഇൻറ്റു എക്സ് റൈസ് ടു പവറിൽ നിന്ന് 1 കുറച്ചു 4 - 1 ഇറ്റ് സെയിം ആസ് 3 4x³ കഴിഞ്ഞു. ഇനി റൂട്ട് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ആണെങ്കിൽ ഹോപ്പ് യു ഓൾ നോ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സ് റൈസ് ടു 1/2 ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 1/2 ആണ്. എന്താ ഫോർമാറ്റ്? എക്സ് റൈസ് ടു n പോലെ. എക്സ് റൈസ് ടു n എന്താ ഡെറിവേറ്റീവ്? n എക്സ് റൈസ് ടു n-1. ഈ കാണുന്ന പവറിന് നേരെ താഴെ എഴുതി 1/2 ഇൻറ്റു എക്സ് റൈസ് ടു പവറിൽ നിന്ന് 1 കുറയ്ക്കുക 1/2 - 1 അഥവാ 1/2 എക്സ് റൈസ് ടു -1/2. നിങ്ങൾക്ക് അറിയാമായിരിക്കും എക്സ് റൈസ് ടു -1/2 ഇറ്റ് ഇസ് സെയിം ആസ് 1/x റൈസ് ടു 1/2. സോ 1/2 ഓൾഡ് പുറത്തുണ്ട് ഇൻറ്റു 1/x റൈസ് ടു 1/2. ഈ കാണുന്ന എക്സ് റൈസ് ടു 1/2 എന്താണ്? അത് റൂട്ട് എക്സ് ആണ്. സോ ദി ഫൈനൽ ആൻസർ ഇസ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോട്ട് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് 1/2 ടൈംസ് റൂട്ട് എക്സ്. അടുത്ത ഫോർമുല. ഇനി ഓർക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എക്സിന്റെ ആണെങ്കിൽ നോക്കിയടാ, ഇവിടെ പറയട്ടെ, മേലും താഴെയും dx വെട്ടിപ്പോയി 1. ഇങ്ങനെ ഓർക്കണ്ട, ഇത് വെറും ഉടായ്പാണ്, ഉടായ്പ മാത്രം. ഓക്കെ. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നാൽ അത് 1 ആണ്. ശരിക്കുള്ളത് എങ്ങനെയാ? ഇത് എക്സ് റൈസ് ടു 1 അല്ലേ? അപ്പൊ nx റൈസ് ടു n-1 ആ കാണുന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ആൻസർ ഉണ്ട്. ഇതാണ് ഇതിന്റെ റൈറ്റ് വേ. പക്ഷെ ഉടായ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മേലെയും താഴെ dx വെട്ടിപ്പോയി 1 കിട്ടിയത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അടുത്തേക്ക് പോകുന്നു.
ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഇറ്റ്സ് ഓൾവേസ് സീറോ. ഇറ്റ്സ് ഓൾവേസ് സീറോ. സോ ഡെറിവേറ്റീവ് ഓഫ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് എപ്പോഴും സീറോ ആണ്. ലാസ്റ്റ് തിങ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് സം കോൺസ്റ്റന്റ് കെ സീറോ എപ്പെന്ന് പറഞ്ഞല്ലോ, അല്ല, കോൺസ്റ്റന്റ് കെ ഇൻടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഒരു കോൺസ്റ്റന്റ് വന്നാൽ നിർബന്ധമായിട്ടും എല്ലാവരും ഓർത്തിരിക്കണം, ഈ കാണുന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ എനിക്ക് നൈസായിട്ട് പുറത്തെഴുതാം. ഈ കിടക്കുന്ന കോൺസ്റ്റന്റ് ഞാൻ നേരെ പുറത്തെഴുതി. സോ കെ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് ഓർക്കേണ്ടത് കേട്ടോ. അതായത് ഡെറിവേറ്റീവ് ഓഫ് 2x² അല്ലെങ്കിൽ 3x², ഡെറിവേറ്റീവ് ഓഫ് 3x² ആണെങ്കിൽ ഇവൻ ഒറ്റയ്ക്കല്ല, 3 ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇത് 0 ആണ്. 3 ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് 3 0, ഡെറിവേറ്റീവ് ഓഫ് 4 0. പക്ഷെ ഒറ്റയ്ക്കല്ല, ഒരു ഫംഗ്ഷൻ ഒപ്പം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ കാണുന്ന 3നെ, കോൺസ്റ്റന്റ് 3നെ നേരെ പുറത്തെഴുതാം. സോ 3 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് x². ഹോപ്പ് യു ഓൾ നോ ഡെറിവേറ്റീവ് ഓഫ് x², ഇറ്റ് ഈസ് സെയിം ആസ് 2x. സോ 3 into x, the answer is 6x. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്ര മാത്രമാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ വരുന്നത്, ഈ കാണുന്ന ഫോർമുലാസ് വരുന്നത് പറഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാവരും എന്താണ് അതിവേഗം പറഞ്ഞു പോയി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി ബാക്കിയില്ല എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് 1/x മക്കളെ, അത് x⁻⁻1 ആക്കുക കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് 1/x. 1/x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത് x⁻⁻1 ആണ്. സോ nx⁻n-1 ആ കാണുന്ന സെയിം ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -1/x കേട്ടോ. ഇതെല്ലാം ചെയ്തു നോക്കട്ടെ മക്കളെ. നേരെ പോയി ലാസ്റ്റ് വൺ ശ്രദ്ധിക്കാം, ബട്ട് നോട്ട് ദി ലീസ്റ്റ് വൺ. ഇവിടെ നിന്നാണ് നിരന്തരമായിട്ട് എക്സാമിന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഈ കാണുന്ന ഫോർമുലാസിൽ. ഇതിന്റെ ആദ്യത്തെ 2 പേര് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ. അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ജി ആണെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി. കഴിഞ്ഞു. ഡെറിവേറ്റീവ് ഓഫ് എഫ് മൈനസ് ജി ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ജി, സാധാ പോലെ. പക്ഷേ എഫ് ഇൻറ്റു ജി ഇത് ഓൾറെഡി പറഞ്ഞു കേട്ടോ, പറഞ്ഞു കഴിഞ്ഞു. ഇനി എഫ് ഇൻറ്റു ജി ആണെങ്കിൽ അവിടെയാണ് മാറ്റം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അഥവാ പ്രൊഡക്റ്റ് റൂൾ ആണെങ്കിൽ മക്കളെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറ്, നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി d/dx ഓഫ് യു വി. ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും യു വി എന്ന് എഴുതുക. യു വി നടുക്ക് പ്ലസ് ഇട്ടാ, ആദ്യം ഡാഷ് രണ്ടാമത്തവൻ, പിന്നെയോ ഒന്നാമത്തവൻ കേട്ടോ. അതായത് യു ഇൻറ്റു വി ഡാഷ് പ്ലസ് യു ഡാഷ് ഇൻറ്റു വി. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി. അപ്പൊ 2 ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ പോലെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ മക്കളും ഓർത്തിരിക്കണം, ഇതാണ് ഫോർമുല, യു വി ഡാഷ് പ്ലസ് യു ഡാഷ് വി. ഇറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി. ഇനി നേരെ പോകുന്ന മക്കളെ, ഡെറിവേറ്റീവ് ഓഫ് n/d d/dx ഓഫ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഓർക്കുന്ന ദിഷ്ടാംശ ആരെ, ദിഷ്ടാംശന്റെ കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് dn ആണ്. ദിഷ്ടാംശന്റെ കോഡ് dn. സോ dn ഡിവൈഡ് ബൈ d². ദിഷ്ടാംശ വെറും നെഗറ്റീവ് അല്ലേ, അതുകൊണ്ട് മൈനസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ഇവിടെ ബൈ ആയതുകൊണ്ട് ഇതിൽ ബൈ വേണം, ഇവിടെ ബൈ ആയതുകൊണ്ട് ആ ബൈ പോലെ തന്നെയാണ് ഇവിടെ മൈനസ് കേട്ടോ. അത് ഓർത്തിരുന്നോളൂ. മറ്റായിട്ട് ഒരേപോലെ തന്നെ ആദ്യം ഡാഷ് രണ്ടാമത്തവനാണെങ്കിൽ പിന്നെ ഒന്നാമത്തവൻ, അത് നിർബന്ധമായിട്ട് അങ്ങനത്തെ ഓർക്കണ്ടോ. ആദ്യം ഡാഷ് രണ്ടാമത്തവനാണെങ്കിൽ പിന്നെ ഡാഷ് ഒന്നാമത്തവൻ. അതായത് മക്കളെ ഡിനോമിനേറ്റർ ഇൻറ്റു ഈ കാണുന്ന n സ്റ്റാൻഡ്സ് ഫോർ ന്യൂമറേറ്റർ, d സ്റ്റാൻഡ്സ് ഫോർ ഡിനോമിനേറ്റർ. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ u/v ആയിരിക്കും. എല്ലാതും ഒന്ന് തന്നെയാണ്, എല്ലാതും ഒന്നാണ്. പഠിക്കാൻ എളുപ്പത്തിന് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് മക്കളെ എല്ലാ ഫോർമുലാസും. ഇത്ര മാത്രമാണ് ഈ ചാപ്റ്ററിലെ ഫോർമുലാസ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ചാപ്റ്ററിലെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് വൈകുന്നേരം ലൈവിൽ കാണാം. ടിൽ ദെൻ a short break guys. Bye bye. Thank you and signing off Afnas. Take care from Zion Learning. Thank you all. Thank you.